മീറ്റ് ടാൽറോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മീഡിയ ബാക്ക് ചെയ്യുന്ന ഒരു കമ്പനി, കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് വരെ ബാക്ക് ചെയ്യുന്ന കമ്പനി, കേരളത്തിലെ പ്രമുഖ നടന്മാരെല്ലാം ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു കമ്പനി. പക്ഷേ മിന്നുന്നതെല്ലാം പൊന്നാണ്. ടാൽറോപ്പിന്റെ പുറകിൽ അന്വേഷിച്ചു പോയപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് ഇത് ചെറിയ രീതിയിൽ ഇവർ നടത്തുന്ന ഒരു സ്കാം അല്ല. ഇത് ഭയങ്കര നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള വലിയ ഒരു സ്കാമാണ്. കമ്മിങ് ടു ദ ഫസ്റ്റ് പോയിന്റ്, ടാൽറോപ്പ് അവിടുത്തെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത് കൂടുതലും കോളേജിൽ നിന്ന് ഡയറക്റ്റ് ഇന്റർവ്യൂസിലൂടെയാണ് ഹയർ ചെയ്യുന്നത്. ഹയർ ചെയ്യുന്ന സമയത്ത് ഇവർ എംപ്ലോയീസിന്റെ അടുത്ത് പറയുന്നത് വളരെ വലിയ വാഗ്ദാനങ്ങളാണ്. ഏകദേശം 40,000 രൂപയാണ് ഒരു ഫ്രഷേഴ്സിന് ഇവർ ടാൽറോപ്പിലേക്ക് വരുന്നതിന് കൊടുക്കുന്നത്. ബ്രോ, ഇവര് ആക്ച്വലി കോളേജ് പ്ലേസ്മെന്റിന് വരുമ്പോൾ ഓഫർ ചെയ്യുന്ന സാലറി 40,000 പെർ മന്ത് ആണ്. അപ്പോൾ ആസ് എ ഫ്രഷർ 40,000 ഒക്കെ കാണുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ആയിരുന്നു കയറാൻ നിൽക്കുന്നത്. കാരണം അത്രയും നല്ലൊരു പാക്കേജ് നമുക്ക് ഫ്രഷർക്ക് കിട്ടത്തില്ല, ലൈക്ക് കൊച്ചിയിലൊന്നും അത്രയും കിട്ടത്തില്ല. അങ്ങനെയാണ് ഇവർ എല്ലാ സ്റ്റുഡൻസിനും ഹയർ ചെയ്യുന്നത് ഇവരുടെ ഫേക്ക് പാക്കേജ് വെച്ചിട്ട്. ഇവരുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് അതിന് താല്പര്യമുള്ളവർ മാത്രം ഇനി കണ്ടിന്യൂ ചെയ്താൽ മതി, താല്പര്യമില്ലാത്തവർക്ക് ലീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു കമ്പനി ചിലപ്പോൾ സ്ട്രഗ്ലിംഗ് പീരീഡിലായിരിക്കുന്ന സമയത്ത് 1, 2, 3 മാസം ചിലപ്പോൾ സാലറി ഡിലേ ആകുമായിരിക്കും. We are not talking about 3 months here. We are talking about 8 to 10 months. Okay, ഇത് നമുക്ക് വിട്ടുകളയാം. പക്ഷേ അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെന്റോ? എന്ത് ചെയ്താലും ഉടനെ ഹയർ ചെയ്ത സ്റ്റുഡൻസിനെ കൊണ്ടൊക്കെ ഇവർക്ക് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, ടാൽറോപ്പിനെ പറ്റി വീഡിയോസ് ഇടാൻ പറയാ. അവിടെ ഞങ്ങൾക്കൊരു ജോബ് അല്ലായിരുന്നു ആക്ച്വലി. എല്ലാം ഇങ്ങനെ ഫേക്ക് ആയിട്ട് കാട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ റീലെടുത്ത് പോസ്റ്റ് ചെയ്യുക, ഇത് തന്നെയാണ് ഞങ്ങളോട് പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്കൊരു സിസ്റ്റം വർക്കോ ഡേറ്റാസ് ഒക്കെ തന്ന് ചെയ്യിപ്പിക്കാനോട് വർക്കൊന്നും അവിടെ ഇല്ല. അതൊക്കെ ചെയ്യുന്നത് ഇവരാണ്. കാരണം എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് നേരിടാൻ പറ്റുന്ന അവർ പറയുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെ എന്താണ് ആൻസറബിൾ ആയിട്ടുള്ളത്? ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണോ നിങ്ങളുടെ എംപ്ലോയീസ്? 8ഉം 10ഉം മാസമായിട്ട് സാലറി കിട്ടാത്ത എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണിത്. ഇതൊരു ഗൂഗിൾ ഫോമിനകത്ത് ഞാൻ ഒറ്റ സ്റ്റോറിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്ത ഡേറ്റാബേസ് മാത്രമാണ് ഇത്. എൻ്റെ അടുത്ത് മാത്രം വന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ബാക്കി എത്രത്തോളം ഉണ്ടാവും? പിന്നെ 9 സ്റ്റാഫിന് കൂടുതലുള്ള കമ്പനികൾക്ക് PF ഫയൽ ചെയ്ത് PF ആൾക്കാർക്ക് കൊടുക്കണം. എന്തുകൊണ്ട് ഈ പറയുന്ന എംപ്ലോയീസിന് PF നിങ്ങൾ കൊടുക്കുന്നില്ല? ഇവരുടെയൊക്കെ PFന്റെ അക്കൗണ്ടിനകത്ത് പൈസ ഇല്ല. പിന്നെ നിങ്ങൾ ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് പറയുന്ന സമയമുണ്ടല്ലോ, ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന കമ്പനിയിൽ ഒരു 7 ആൾക്കാരുണ്ട്, വലിയൊരു 7 ആൾക്കാർ. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഇവരാണ് ഈ കമ്പനി കൊണ്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇപ്പോഴും ഇവർക്ക് ഇവരുടെ ലക്ഷറി കാസിന് EMI അടിക്കുന്നത് ഈ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ എടുത്തിട്ടാണ്. ഇൻവെസ്റ്റേഴ്സിന്റെ കഥ അത് ഇതിനകത്ത് പറയുന്നില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കട്ടെ. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ.